नमस्ते बच्चों। कोरोना की वजह से आप लोगों की पढ़ाई बीच में रुकी हुई थी, फिर भी हम ऑनलाइन के माध्यम से पढ़ाई आगे बढ़ा रहे थे। तो आप फिक्र मत कीजिए, हम सब आपके साथ हैं। तो आप सब अच्छे अंक प्राप्त करके परीक्षा में जरूर उत्तीर्ण हो जाएंगे। പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കൊറോണ കാരണം നിങ്ങളുടെ പഠന രീതികൾ ഇടയ്ക്ക് മാറി മറിഞ്ഞു പോയി. ഓൺലൈനിലൂടെ ആണെങ്കിലും നിങ്ങളുടെ പഠനം സുഗമമാക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങി 10ാം ക്ലാസ് പാസ്സാകാൻ സാധിക്കും. അതിനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സിലബസിലെ ആദ്യത്തെ ഇക്കായിയിലെ ആദ്യത്തെ ചാപ്റ്ററായ बीर बहुटी ഞാൻ പഠിപ്പിക്കുവാൻ പോവുകയാണ്. आपके सिलेबस में पहले जो इकाई है, उस इकाई के जो पहले चैप्टर बीर बहुटी में आप लोगों को पढ़ाने जा रही हूँ. आइए देखेंगे बीर बहुटी. വരൂ, എന്നോടൊപ്പം വരൂ, നമ്മൾക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. तो ये है आपके किताब में दिया गया वो चित्र. ഇതാണ് നിങ്ങളുടെ പാഠ്യപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഇക്കായി 1ലെ പടം. നോക്കൂ, उसके नीचे क्या लिखा हुआ है? അതിന്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്കേ. प्यार बारिश की पहली बूंदों में है, प्यार फूलों की खुशबू में है, प्यार ढलते सूरज की किरणों में है, प्यार हर नए दिन की उम्मीद में है. जरूर है जो प्यार के बारे में यहाँ पर बताया गया है. हम सब प्यार में बंधे हुए हैं. സ്നേഹത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമ്മൾ എല്ലാവരും സ്നേഹത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്യാർ ബാരിഷ് കി പെഹലി ബൂന്ദോ മേ ഹൈ. സ്നേഹം മഴയുടെ ആദ്യത്തെ കണിക പോലെയാണ്. പ്യാർ ഫൂലോं की खुशबू में है. സ്നേഹം പൂവിലെ മണം പോലെയാണ്. പ്യാർ ढलते सूरज की किरणों में है. വൈകുന്നേരമാകുമ്പോൾ അസ്തമയ സൂര്യന്റെ കിരണം പോലെയാണ് സ്നേഹം. പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മീദ് മേ ഹൈ. സ്നേഹം എന്ന് പറയുന്നത് പുതിയൊരു ദിനം നന്നായിരിക്കും എന്നുള്ള നമ്മുടെ ആ ചിന്തയില്ലേ, അതും സ്നേഹമാണ്. तो बारिश की पहली किरण की जो पहली बूंदों में जो है, उसी तरह है प्यार. फूलों की खुशबू में है प्यार, ढलते सूरज की किरणों में है, हर नए दिन की उम्मीद में है. तो पहली इकाई की ओर ले जाने के पहले यहाँ पर ये लिखा हुआ है. ആദ്യത്തെ ഇക്കായിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. സ്നേഹം പ്രണയം എന്ന് പറയുന്നത് മഴയുടെ ആദ്യത്തെ കണിക പോലെ, പൂവിലെ മണം പോലെ, അസ്തമിക്കുന്ന സൂര്യന്റെ കിരണം പോലെ, പുതിയ ഒരു ദിനത്തെക്കുറിച്ച് നമ്മളുടെ ആ ചിന്ത, അതുപോലെയാണ് സ്നേഹം. तो आगे हम देखेंगे बीर बहुटी. प्रभात की रचना है बीर बहुटी. പ്രഭാത് എഴുതിയ ഒരു കഹാനിയാണ്, ഒരു കഥയാണ് ബീർ ബഹൂട്ടി. നോക്കൂ, എന്താണ് ബീർ ബഹൂട്ടി? നിങ്ങൾക്കറിയാവോ എന്താണ് ബീർ ബഹൂട്ടി എന്ന്? മഴക്കാലത്ത് കാണപ്പെടുന്ന ചുവന്ന നിറത്തിലുള്ള കീടത്തെയാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ എഴുത്തുകാരൻ ബീർ ബഹൂട്ടിയെ 2 കുട്ടികളുടെ സൗഹൃദത്തിലൂടെ, അവരുടെ മനസ്സിലുള്ള വികാരങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോവുകയും, ബീർ ബഹൂട്ടി പോലെയാണ് അവരുടെ ജീവിതമെന്ന് പറയുകയൊക്കെയാണ് കഥാകൃത്ത് ചെയ്യുന്നത്. ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് ചുവന്ന നിറത്തിലുള്ള മഴക്കാല കീടങ്ങൾ. അപ്പൊ അവിടെ ഈ 2 കുട്ടികൾ, ബേലയും പിന്നെ സാഹിലും, ഇവരുടെ സൗഹൃദം നമ്മളെ കാണിച്ചു തരികയാണ്
कथाकृत, कहानीकार, हिंदी में कहे तो कहानीकार। तो इसमें इस कहानी में जो अनेक प्रसंग वो है, वहां पर बीर बहूटी की तुलना जो साहिल की आंखों से और बूंदों से और ലാലി से की गई है. അതായത് ബീർ ബഹൂട്ടി ചുവന്ന നിറത്തിലുള്ളതാണ്. ഈ ബീർ ബഹൂട്ടിയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലാകും സാഹിലിന്റെ കണ്ണുകളെ, പിന്നെ മഴത്തുള്ളികളെ, ഇതെല്ലാം ബീർ ബഹൂട്ടി പോലെ ആണെന്ന് പറയുന്നു. എന്ത് തന്നെ ആയാലും പ്രഭാത് ഈ രണ്ട് കുട്ടികളുടെ സൗഹൃദത്തെയാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. बीर बहूटी, प्रभात। बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था। वे खेतों जंगलों के ऊपर छाए हुए थे। सारा आकाश मेघों से भरा था। मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी। पेड़ों के तने अभी भी गीले थे। मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे। खेतों में छोटा छोटा बाजरा उगा था। बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी। बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. नोकू, तो यहाँ पर बरसात के जो मौसम को दिखाया गया है, മഴക്കാലം, ഒരു മഴ പെയ്യുന്ന ദിവസത്തെ കുറിച്ചാണ് ആദ്യം തന്നെ എഴുത്തുകാരൻ വർണ്ണിക്കുന്നത്. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ, മഴ നല്ല ശക്തിയായിട്ട് പെയ്തു കഴിഞ്ഞു. ഫിർ ഭി ബഹുത് സാര പാനി ഉൻമേ ബചാ ഹുവാ ഥാ, മേഘത്തെ കാണുമ്പോൾ വീണ്ടും നമുക്ക് തോന്നുന്നത് എന്താണ്? വീണ്ടും അതിനകത്ത് ജലത്തുള്ളികൾ നിറഞ്ഞിരിക്കുന്നു. അതായത് എപ്പോ വേണമെങ്കിലും ഇനിയും മഴ പെയ്യാം. വേ ഖേത്തോं ജംഗലോं के ऊपर छाए हुए थे. ഈ കാർമേഘം എവിടെയാണ് വ്യാപിച്ചിരിക്കുന്നത്? കൃഷിയിടത്തിനും പിന്നെ ജംഗൽ എന്ന് പറഞ്ഞാല് കാടിനും ഒക്കെ മുകളിലായിട്ട് ഇങ്ങനെ കാർമേഘം മൂടിക്കെട്ടി കിടക്കുകയാണ്. എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം. അതിൽ നിറച്ച് മഴത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുകയാണ്. സാര ആകാശ് മേഘോ സെ ഭരാ ഥാ, ആകാശം മുഴുവനും മേഘാവൃതമാണ്. മേഘോ കി ഛായാവോ മേ ഗീലി ഹവായെ ഇധർ ഉധർ ഘൂം രഹി ഥി, മേഘാവൃതമായ ആ അവസരത്തിൽ നല്ല തണുത്ത കാറ്റ് അവിടെയും ഇവിടെയും ഇങ്ങനെ പാറിപ്പറക്കുന്നതായി കാണാം. അതായത് നല്ല മേഘാവൃതമായ ആകാശം, തണുത്ത കാറ്റും വീശുന്നുണ്ട്. പേടോ കെ തനെ അഭി ഭി ഗീലേ ഥേ, വൃക്ഷങ്ങളുടെ തടി ഇപ്പോഴും നല്ല നനഞ്ഞിരിക്കുന്നുണ്ട്. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. നിലക്കടലയുടെ പച്ച നിറത്തിൽ നിറഞ്ഞ ആ കൃഷിയിടം, നിലക്കടല കൃഷി ചെയ്യുന്ന ആ കൃഷിയിടത്തിൽ, ആ നിലക്കടലയിൽ അതിന്റെ പീലേ ഫൂൽ, മഞ്ഞ നിറത്തിലുള്ള പൂവുകൾ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. खेतों में छोटा छोटा बाजरा उगा था. കൃഷിയിടത്ത് ചെറിയ ചെറിയ ബാജറ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നു. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. ബാജറയുടെ നീളമുള്ള കോല് പോലെ കാണപ്പെടുന്ന ഭാഗത്തിൽ വെള്ളത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുകയാണ്. बारिश की हवा में गीली खेतों और बारिश की हरियाली की गंध खुली हुई थी. മഴ പെയ്യുന്നതോടൊപ്പം വീശുന്ന ആ കാറ്റിൽ ബാരിഷ് കി ഹവാമേ ഗീലെ ഖേത്തോ, നനഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങളും, ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, മഴയത്തുള്ള ആ പച്ചപ്പ്, പച്ച നിറത്തിൽ ഉള്ള
നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ പച്ചപ്പിൽ മഴത്തുള്ളികൾ വീഴുമ്പോഴുള്ള മണം നിറഞ്ഞു നിൽക്കുന്നു. അത് എവിടെയാണ് നിറഞ്ഞു നിൽക്കുന്നത്? ആ സമയത്ത് വീശുന്ന കാറ്റിലൂടെ നമുക്ക് മനസ്സിലാകും. പച്ചയാർന്ന അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയുടെ സുഗന്ധം നമ്മൾക്ക് ആ സമയത്ത് അനുഭവിക്കാൻ സാധിക്കും. നനഞ്ഞ കൃഷിയിടങ്ങളിലെയും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയുടെയും മണം നമുക്ക് ആ സമയത്ത് ആസ്വദിക്കുവാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, മഴ പെയ്യുന്ന ഒരു സമയത്തെ കുറിച്ചുള്ള വർണ്ണനയാണ്. മഴ പെയ്തു കഴിഞ്ഞു, എന്നാലും നമ്മൾ മേഘത്തിലേക്ക് നോക്കുമ്പോൾ മേഘം നിറച്ചും മഴത്തുള്ളികളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ഇനിയും മഴ പെയ്യാം. അപ്പൊ ഈ മേഘങ്ങൾ ഖേത്തോ ഓർ ജംഗലോं के ऊपर छाए हुए थे. കൃഷിയിടത്തിനും കാടിനും മുകളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ആകാശം മുഴുവനും മേഘാവൃതമാണ്. മേഘത്തിന്റെ നിഴലിൽ അല്ലെങ്കിൽ മേഘാവൃതമായ സമയത്ത് വീശുന്ന തണുത്ത കാറ്റ് അവിടെയും ഇവിടെയും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇപ്പോഴും വൃക്ഷത്തിന്റെ തടി നനഞ്ഞിരിക്കുകയാണ്. നിലക്കടലയുടെ പച്ച നിറമുള്ള പച്ചപ്പാർന്ന നിലക്കടലയുടെ കൃഷിയിടത്ത് ചുവന്ന നിറത്തിലുള്ള പൂവുകൾ, നിലക്കടലയുടെ മഞ്ഞ നിറത്തിലുള്ള പൂവുകൾ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. ഖേത്തോ മേ ഛോട്ടാ ഛോട്ടാ ബാജറ ഉഗാ ഥാ. കൃഷിയിടത്ത് ചെറിയ ചെറിയ ബാജറ മുളച്ചു നിൽക്കുന്നു. बाजरे के लंबे पतले പാത്തോ മേം പാനി കി ബൂന്തേ അട്കി ഹുയി ഥി. ബാജറയുടെ നീളമുള്ള കൊലുന്നനെയുള്ള ആ ഭാഗത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നു, മഴത്തുള്ളി നിറഞ്ഞു നിൽക്കുന്നു. ബാരിഷ് കി ഹവാ മേം ഗീലെ ഖേത്തോ ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയി ഥി. മഴ സമയത്ത് വീശുന്ന കാറ്റിൽ നനവാർന്ന കൃഷിയിടവും പിന്നെ ആ പച്ചപ്പിന്റെ മണവും ഒക്കെ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. ആगे का भाग देखिए. ഇനിയുള്ള ഭാഗം നോക്കൂ. उन्हें बीर बहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहुटियां खोजा करते थे. सुर्ख मुलायम गदबदी बीर बहुटियां, धरती पर चलती फिरती खून की प्यारी प्यारी बूंदे. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए कि बिल्कुल सटकर बीर बहुटियां खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. ഈ പാരഗ്രാഫിൽ രണ്ട് കുട്ടികൾ ബീർ ബഹൂട്ടിയെ അന്വേഷിച്ചു വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഉനേം ബീർ ബഹൂട്ടിയോ സെ മിൽനാ ഹോത്താ ഥാ. അവർക്ക് ബീർ ബഹൂട്ടിയെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തെ ഥെ. സ്കൂളിലേക്ക് രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങും. എന്തിനാണ്? ബീർ ബഹൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. कस्बे से सटे इन खेतों में बीर बहुटियां खोजा करते थे. ആ കൃഷിയിടത്തിൽ പലയിടത്തായിട്ട് അവര് ബീർ ബഹൂട്ടിയെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം, രക്തവർണ്ണത്തിലുള്ള സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ബീർ ബഹൂട്ടിയാം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവരവിടെ അതിനെ അന്വേഷിച്ച് വരുന്നതാണ്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ആ ബീർ ബഹൂട്ടി എങ്ങനെ കാണപ്പെടുന്നു? ഭൂമിയിൽ ചലിക്കുന്ന അല്ലെങ്കിൽ താഴെ ഇഴഞ്ഞ് വരുന്ന ഖൂൻ കി രക്തവർണ്ണമുള്ള പ്യാരി പ്യാരി ബൂന്തേ രക്തവർണ്ണാഭമായ തുള്ളികൾ പോലെ കാണപ്പെടുന്ന ബീർ ബഹൂട്ടിയ. ധർത്തി പർ ചൽത്തി ഫിർത്തി, ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇഴഞ്ഞു നടക്കുന്ന ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, രക്താഭമായ നിറത്തിലുള്ള സുന്ദരമായ മണികൾ പോലെ കാണപ്പെടുന്ന ബീർ ബഹൂട്ടിയ.
उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टांगे होते थे। वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर ബീർ ബഹൂട്ടിയാ खोजते थे. ഈ രണ്ട് കുട്ടികളും ബാഗ് തങ്ങളുടെ ചുമലിൽ തൂക്കി മുട്ടിൽ നിന്നുകൊണ്ട് കന്ധോം പർ ടംഗേ ഹോത്തേ ഥേ, മുട്ടിൽ നിന്നുകൊണ്ട് രണ്ടുപേരും വളരെ അടുത്തടുത്തായിരുന്ന് അവർ എന്താണ് ചെയ്യുന്നത്? ബീർ ബഹൂട്ടിയാ खोजते थे, ബീർ ബഹൂട്ടിയെ അന്വേഷിച്ച് നടക്കുന്നു. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. ബീർ ബഹൂട്ടിയെ കാണാൻ വേണ്ടി അവര് മഴത്തുള്ളികൾ കൊണ്ട് അല്ലെങ്കിൽ മഴ കൊണ്ട് നനഞ്ഞു കിടക്കുന്ന മണ്ണിൽ, ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ, നല്ല എന്താണ് വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക മണം മണ്ണിൽ നിന്ന് വരില്ലേ? അപ്പോ ആ മഴവെള്ളം കൊണ്ട് നനഞ്ഞ ബ്രൗൺ നിറത്തിലുള്ള ആ തറയിൽ മുട്ടുകുത്തിയിരുന്ന് രണ്ടുപേരും കൂടി ആരെ നോക്കുകയാണ്? ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുകയാണ്. तो ഇവിടെ यहाँ पर जो दो बच्चे जो हैं घर से स्कूल के लिए जल्दी निकल जाते हैं और खेतों में आ जाते हैं और बीर बहूटियों को खोजते हैं. तो उसके लिए वो क्या करते हैं? घुटनों से जमीन पर बैठ के उसे देखा करते हैं. ഈ രണ്ട് കുട്ടികളും വീട്ടിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങി ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുകയാണ്. ആ കൃഷിയിടത്ത് വന്നു. അവര് രണ്ടുപേരും മുട്ടിലിരുന്നു കൊണ്ട് ആ നനഞ്ഞ മണ്ണിൽ മുട്ടുകുത്തിയിരുന്ന് ബീർ ബഹൂട്ടിയെ നോക്കുകയാണ്. बेला देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना, पहली खंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. സാഹിൽ ബേലയോട് പറയുകയാണ്, देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लगता है. നോക്കൂ, ഈ ബീർ ബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെയാണ്. ലാൽ രംഗ്, ചുവന്ന നിറമാണ്. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു. तो आगे साहिल पूछ रहे हैं, तुमने कुछ सुना बेला? നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ഹാ സുനാ, പെഹലി ഖണ്ഡി ലഗ് ഗയി ഹൈ, ആദ്യത്തെ ബെല്ല് അടിച്ചു കഴിഞ്ഞു എന്ന് ബേല മറുപടി പറഞ്ഞു. അപ്പൊ സാഹിൽ വീണ്ടും പറയുകയാണ്, ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹൈ ദുകാൻ സേ. പക്ഷെ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം കടയിൽ നിന്ന്. എന്റെ പേനയിൽ മഷി തീർന്നു പോയി. കടയിൽ നിന്ന് പേനയിൽ മഷി നിറയ്ക്കണം. നോക്കൂ, ഇവിടെ എഴുത്തുകാരൻ നേരിട്ട് ബേലയും സാഹിലും എന്നുള്ള രണ്ട് കുട്ടികളായിട്ടല്ല കഥയിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു മേഘാവൃതമായ അല്ലെങ്കിൽ മഴയുള്ള ഒരു സമയം. ബീർ ബഹൂട്ടിയെ അന്വേഷിച്ചു വരുന്നു. ആരാണ് വരുന്നത്, എന്തിനാണ് വരുന്നതെന്ന് പിന്നീടാണ് പറയുന്നത്. അപ്പൊ ബേലയും സാഹിലും രണ്ടുപേരും ആ ബീർ ബഹൂട്ടിയെ കാണാൻ വന്നു. അവര് മുട്ടിലിഴഞ്ഞ് അതിനെ നോക്കുകയാണ്. ആ സമയത്ത് സാഹിൽ പറയുകയാണ്, ये बीर बहूटियां जो है तुम्हारे रिबन के जैसा लाल है, तो जो स्कूल में पहली खंडी बज चुकी है, लेकिन साहिल को क्या करना है? साहिल को अपने पेन में स्याही भरवानी है दुकान से. तो आगे का भाग देखिए. तो आगे का भाग देखिए. 1981 का साल राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभे, खंभों में के बीच खिंजी तारों की कतारें.
इन गलियों में जहां तहां दिखाई पड़ते मीठी खंडियां बजाते फेरी वाले। एक अंधेरी सी गली में 6-7 गंधों की खुरों की टापों की आवाजें, उनके पीछे चलता एक बदन उखाड़े कुम्हार। इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल। उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी। स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे। तो यहाँ पर जो लेखक ने यानी कि कहानीकार ने उस समय के जो माहौल को हमारे सामने प्रस्तुत किया है, ये कहानी कहाँ पर घटित होता है उसके बारे में वर्णन करता है। ഈ കഥ എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, മഴയെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഇത് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് 1981 നടക്കുന്ന ഒരു കാര്യമാണ്. 1981 का साल 1981 वर्षम 1981 राजस्थान में है। ये कहानी कहां पर घटित होती है, राजस्थान में। तो राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन, രാജസ്ഥാനിൽ ജയ്പൂരിനടുത്തായി സവാരിക്ക് പോകുന്ന വണ്ടികളും മാൽഗാഡിയായി ഗുഡ്സ് വണ്ടികളും ഒക്കെ നിറഞ്ഞ ഫുലേറ ജംഗ്ഷൻ, ആ ജംഗ്ഷനിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നത്. അതിനെ കുറിച്ചാണ് പറയുന്നത്. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ് ഗലിയ, ആ കവലയിൽ ഇടുങ്ങിയ തെരുവുകളുണ്ട്. ആ തെരുവുകളെല്ലാം തങ് ഈ ജനസാന്ദ്രത കൊണ്ട് തിങ്ങി നിറഞ്ഞ തെരുവുകളാണ്. ഗലിയോ മേ ഖാമോഷ് ഖഡേ ബിജലി കെ ഖംഭേ, ആ തെരുവുകളിലാണെങ്കിൽ ബിജലി കെ ഖംഭേ, ഇലക്ട്രിസിറ്റിയുടെ വലിയ തൂണ് മിണ്ടാതെ നിൽക്കുന്നു. ഖംഭോ കെ ബീച്ച് ഖിഞ്ചി താരോ കി കതാരേ, കുറെ നിരനിരയായിട്ട് കുറെ തൂണുകളുണ്ട്. നമ്മുടെ ലൈൻ കമ്പി വലിക്കുന്ന തൂണുകളില്ലേ ഇലക്ട്രിസിറ്റിയുടെ, അപ്പൊ അതിലിങ്ങനെ നിരനിരയായി ലൈൻ കമ്പി വലിച്ചിട്ടുണ്ട്. ഇൻ ഗലിയോ മേ ജഹാൻ തഹാൻ ദിഖായി പड़ते മീഠി ഖണ്ഡിയാ ബജാത്തെ ഫേരി വാലെ, അപ്പൊ അവിടെ എവിടെയായി കപ്പലണ്ടിയൊക്കെ വിൽക്കുന്ന ആള് എന്ത് ചെയ്യും, മണിയടിച്ചുകൊണ്ട് വണ്ടി ഉന്തിക്കൊണ്ട് പോവില്ലേ. അപ്പൊ ആ ദൃശ്യവും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज, ഒരു ഇരുട്ട് നിറഞ്ഞ തെരുവിൽ 6-7 കഴുതകൾ ശബ്ദമുണ്ടാക്കി നടന്നു പോകുന്ന ശബ്ദം കേൾക്കാം. उसके पीछे चलता एक बदन उखाड़े कुम्हार, അതിന്റെ പുറകിലായി ഒരു കുശവൻ നടന്നു പോകുന്നു. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल, ഈ ദൃശ്യം അവിടെ കാണുന്നു. അതിനിടയിലൂടെ കടന്നു പോകുന്ന 2 കുഞ്ഞുങ്ങൾ ആരൊക്കെയാണ്, ബേലയും സാഹിലും. ബേലയും സാഹിലും. उन दिनों पेन में 5 पैसे में नीली स्याही, 5 पैसे में नीली स्याही भरी जाती थी, ആ സമയത്ത് 5 പൈസ കൊടുത്താൽ പേനയിൽ എന്ത് ചെയ്യുമായിരുന്നു, നീല മഷി നിറച്ച് തരുമായിരുന്നു. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे, സ്റ്റേഷനറി കടയിലെ കടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി ഒഴിച്ച് നിറച്ച് കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ 2 കുട്ടികളും എവിടെയാണ് പോകുന്നത്, സ്റ്റേഷനറി കടയിലേക്കാണ്. കാരണം സാഹിൽ പറഞ്ഞു, എന്റെ കയ്യിലെ പേനയിൽ മഷി തീർന്നു, മഷി നിറയ്ക്കാൻ പോകണം. അങ്ങനെ രണ്ടാളും കൂടി മഷി നിറയ്ക്കാൻ പോകുമ്പോൾ ചുറ്റുമുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സീനാണ് നമ്മളെ ഇവിടെ കാണിച്ചു തന്നത്. എന്തൊക്കെയാണ്, കഴുതയെ കണ്ടു, ഒരു കുശവൻ നടന്നു പോകുന്നത് കണ്ടു, നല്ല തിങ്ങി ഞെരിഞ്ഞ കവലയാണ്, മാൽഗാടിയുണ്ട്,
പിന്നെ സവാരിക്ക് ആളുകളെ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്. അങ്ങനെ അപ്പം വഴിയിലൂടെ സാധനം വിറ്റുകൊണ്ട് പോകുന്ന ആള് ബെല്ലടിച്ച് സാധനം വിറ്റുകൊണ്ട് പോകുന്ന ആള്, അങ്ങനെ അതിനിടയിലൂടെ രണ്ട് കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നു. അവര് രണ്ടുപേരും എവിടെ ചെന്നെത്തുന്നു? അവരൊരു സ്റ്റേഷനറി കടയിൽ പോയി. സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ചു കൊടുക്കും ആ സമയത്ത്. അങ്ങനെ ആ കടയിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി പേനയും കൊണ്ട് പോകുന്ന കുട്ടികൾ. നോക്കൂ, पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया। नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे। एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा। बेटा, स्याही की बोतल अभी अभी खाली हो गई, अब तो कल ही मिल पाएगी। लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया, बेला बोली। അപ്പൊ പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. സാഹിൽ അതിനെ കുടഞ്ഞു കളഞ്ഞു. പുതിയ മഷി നിറയ്ക്കാൻ പോവല്ലേ. അപ്പൊ അതിനു വേണ്ടി രണ്ടുപേരും കൂടി കടയിലെത്തി. അപ്പൊ സാഹിൽ പറയുന്നതിന് മുന്നേ തന്നെ ബേല കടക്കാരനോട് പറയാണ്, ഏക് പെൻ സ്യാഹി ഭർദോ, ഈ പേന നിറച്ചും മഷി നിറയ്ക്കൂ. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുക്കാൻ വാലേ സെ കഹാ. സാഹിൽ പറയുന്നതിന് മുന്നേ തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു. അപ്പൊ കടക്കാരൻ എന്താ പറഞ്ഞത്? ബേട്ടാ, സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹൈ. മഷിയുടെ ബോട്ടിൽ ഇപ്പൊ തീർന്നതേ ഉള്ളൂ, അതായത് മഷി തീർന്നു പോയി. അബ് തോ കൽ ഹി മിൽ പായേഗി, നാളെ ഇനി കിട്ടത്തുള്ളൂ. लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया, ബേല ബോലി. ബേല കടക്കാരനോട് പറയുകയാണ്, ആ പെന്നിൽ എത്ര മഷി ബാക്കിയുണ്ടായിരുന്നോ അതുകൂടി ഇവൻ പിന്നെ കുടഞ്ഞു കളഞ്ഞു. അപ്പൊ ഒട്ടും മഷി അതിനകത്ത് ഇല്ല എന്ന് പറയാണ്. അപ്പൊ വളരെ പ്രതീക്ഷയോടുകൂടി രണ്ടുപേരും കൂടി പെന്നില് മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലെത്തി. പക്ഷെ കടയിൽ മഷി തീർന്നു പോയി, നാളെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. बादल को देखकर खड़े को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? 5वीं में। साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो। दोनों? दुकान वाले भैया ने कहा, हाँ दोनों, और हम दोनों का सेक्शन भी एक ही है ये। बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. देखिए, മഷി തീർന്നുപോയി എന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ ബേല പറഞ്ഞ എന്താണ്? ഉണ്ടായിരുന്ന മഷി കൂടി ഇവൻ കുടഞ്ഞു കളഞ്ഞു. അപ്പോ കടക്കാരൻ പറയുകയാണ്, ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹീ ലുഠാനാ ചാഹിയേ. എവിടെയോ മഴ പെയ്യുന്നത് കണ്ട് കുടത്തിലുള്ള വെള്ളം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കിട്ടുമോ? അതൊരു പ്രയോഗമാണ്. बादल को देखकर खड़े को नहीं लुटाना चाहिए, बादल को देखकर खड़े को नहीं लुटाना चाहिए, സോറി ढुलाना चाहिए. നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ് അയാൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. അതായത് ഒരു ചേതാവനി ദേ രഹി ഹെ, ദുക്കാൻദാർ ബച്ചോ കോ ചേതാവനി ദേ രഹി ഹെ. അപ്പൊ ഈ കുട്ടി എന്താണ് ചെയ്തത്? മഷി ഉണ്ടായിരുന്നു, മഷിയും കൂടി അവൻ കുടഞ്ഞു കളഞ്ഞു. അപ്പൊ എവിടെയോ മഴ പെയ്യുമെന്ന് കണ്ടിട്ട് കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ആ പാത്രത്തിൽ നിറച്ച് വെള്ളം ഇനി കിട്ടുമോ? ഇല്ല.
നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സിനിമ വിയറ്റ്നാം കോളനി. അതിലൊരു പാട്ടിനിടയ്ക്ക് കാണിക്കും നമ്മുടെ ഇന്നസെന്റ് നല്ല ഉറക്കത്തിൽ എഴുന്നേറ്റ് പാതിരവായി നേരം എന്നുള്ള ആ പാട്ടിലാണ് എഴുന്നേറ്റ് വന്ന് വെള്ളം ദാഹിച്ചു വയ്യ, നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. പൂജയിൽ നോക്കുമ്പോൾ കുറച്ച് വെള്ളം, ഗ്ലാസ് എടുക്കുന്നു. ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം അതിനെടുത്ത് ദൂരെ കളഞ്ഞിട്ട് പൂജയിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് പൂജ എടുത്ത് കമഴ്ത്തുമ്പോ ഒട്ടും വെള്ളമില്ല. അതേ അവസ്ഥ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആ ഉണ്ടായിരുന്ന മഷിയും കൂടി അവൻ കുടഞ്ഞ് കളഞ്ഞു. അപ്പൊ നമ്മുടെ കടക്കാരൻ ചോദിക്കുകയാണ്, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. സാഹിൽ വളരെ പ്രസന്നതയോടുകൂടി അല്ല പറഞ്ഞത്. ബുരേ മനസ്സേ ബത്തായ. ഇപ്പൊ നമുക്കത് കേട്ടാൽ തോന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ പാപമാണെന്ന് തോന്നും. അപ്പൊ വീണ്ടും കടക്കാരൻ ചോദിക്കുകയാണ്, ദോനോ ദുക്കാൻ വാലെ ഭയാനെ കഹാ, രണ്ടുപേരും. അതെ, അപ്പൊ പറയാണ്, ദോനോ, ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞങ്ങളുടെ ഡിവിഷന് ഒന്നാണ് എ. ബേല വളരെ സന്തോഷത്തോടു കൂടിയാണ് മറുപടി പറയുന്നത്. അവളുടെ മറുപടി കേട്ടാൽ തോന്നും 5ാം ക്ലാസ്സിൽ ഒരേ ഡിവിഷനിൽ പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷെ സാഹില് പറയുന്നത് കേട്ടാൽ അതെന്തോ പാപം പോലെ തോന്നും. क्लास में दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी सन 57 में साहिल चमक उठी सन 57 में वह तलवार पुरानी थी, पढ़ता तो बेला भी चमक उठी सन 57 में वह तलवार पुरानी थी, पढ़ती थी. बेला कहती, बहन जी पानी पीने चली जाऊं? साहिल भी कहता, बहन जी पानी पीने चले जाओ. तो देखिए, രണ്ടുപേരും ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഒരാൾ കോപ്പി എഴുതുകയാണെങ്കിൽ അടുത്ത ആളും കോപ്പി എഴുതും. ഒരാൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ അടുത്ത ആളും പുസ്തകം വായിക്കും. ഒരാൾ പഠിക്കുകയാണെങ്കിൽ അടുത്തയാളും പഠിക്കും. സാഹില് കവിത ചമക് ഉഠി സൻ 57 में वह तलवार पुरानी थी എന്നുള്ള കവിതയാണ് വായിക്കുന്നതെങ്കിൽ ബേലയും അതേ കവിത വായിക്കും. ബേല പറയാണ്, നമുക്ക് വെള്ളം കുടിക്കാൻ പോകാന്ന് ആരുടെങ്കിലും പറയുകയാണെങ്കിൽ അവനും പറയും വെള്ളം കുടിക്കാൻ പോകാമെന്ന്. ബഹൻജി പാനി പിന്നെ ചലി ജാവോ. ഇപ്പൊ രണ്ടുപേരും ഒരേ കാര്യങ്ങളെ ചെയ്യുള്ളൂ. അതാണ് ഗണിത് കെ माट साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. वो उनसे कांपते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. ഇപ്പൊ മാത്സിന്റെ ക്ലാസ്, സുരേന്ദർ സാറിന്റെ ക്ലാസ് എപ്പോഴും കളിക്കാനുള്ള ഇന്റർവെല്ലിന് ശേഷമാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് ആ സാറിനെ വളരെ പേടിയായിരുന്നു. കളിക്കാനുള്ള ഇന്റർവെല്ലിന് ബെല്ലടിച്ച് തിരികെ കയറാനുള്ള ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ എല്ലാവരും കയറി അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കും. അത് മനസ്സിലായല്ലോ. അപ്പൊ മാത്സിന്റെ സാറിന്റെ ക്ലാസ് എപ്പോഴാണ്? സാറിന്റെ ക്ലാസ് എപ്പോഴും പിന്നെ ഇന്റർവെല്ലിന് കളിക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്റർവെല്ലിന് ബെല്ലടിക്കുന്നതിന് ശേഷം. അപ്പം കളിച്ച് കഴിഞ്ഞ് കളിക്കാനുള്ള സമയത്തിന് ശേഷം അടുത്ത പീരീഡ് എന്ന് പറയുന്നത് മാത്സ് സാറിന്റെ പീരീഡാണ്. അപ്പൊ അദ്ദേഹത്തെ വളരെ പേടിയായിരുന്നു. അപ്പൊ എല്ലാവരും തിരികെ ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ സാഹിലും ബേലയും ക്ലാസ്സിൽ കയറി തങ്ങളുടെ ഇരിപ്പിടത്ത് സ്ഥാനം പിടിക്കും. सुरेंद्र जी मट साहब इसी पीरियड में कॉपी जांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या छप्पड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. तो सुरेंद्र मट साहब ആ പീരീഡിൽ വന്നിട്ട് എല്ലാവരുടെയും കോപ്പി ബുക്ക് നോക്കും. എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും?
കോപ്പി ബുക്ക് എടുത്ത് വലിച്ചെറിയും, അല്ലെങ്കിൽ കുട്ടികളെ നന്നായിട്ട് തല്ലും. അയാൾ തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തേയില്ല. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पांव अभी भी कांप रहे थे, जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. तो ഒരു ദിവസം എന്താണ് സംഭവിച്ചത്? നമ്മുടെ ബേല ചെയ്ത വലിയ തെറ്റൊന്നും അല്ലായിരുന്നു. എന്നിട്ട് കൂടി അദ്ദേഹം ബേലയുടെ കോപ്പി ബുക്ക് എടുത്ത് എറിഞ്ഞു. അത് എന്തിനാണ് എറിഞ്ഞത് എന്നാണ് ഇനി നോക്കാനുള്ളത്. ഒരു ദിവസം സുരേന്ദർ ജി മാട്ട് സാഹിബിനെ ബേല കെ ബാലോ മേ പഞ്ച ഫസായ, മുടിയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे, എന്ത് തെറ്റിനാണോ സാറ് അവളുടെ മുടിയിൽ പിടിച്ച് അവളെ തള്ളാൻ ശ്രമിച്ചത്, वो गलती थी ही नहीं, അതൊരു നിസ്സാര തെറ്റാണ്, വലിയ തെറ്റൊന്നും അല്ല. उन्होंने बेला को छोड़ दिया, എന്നിട്ട് അവളെ പിടിച്ച് തള്ളിയൊന്നുമില്ല, അവളെ വെറുതെ വിട്ടു. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലയുടെ പേടിച്ചരണ്ട മുഖം കണ്ട് സാഹിലും പേടിച്ചു. उसने देखा कि बेला के पाव अभी भी कांप रहे थे. അവൻ കണ്ടു ബേലയുടെ കാൽ ഇപ്പോഴും ഇങ്ങനെ വിറയ്ക്കുകയാണ്. जैसे वो खड़े खड़े अभी गिर जाएगी, കണ്ടാ തോന്നും ഇപ്പോ അവൾ താഴെ വീണു പോകുമെന്ന്. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അപ്പൊ സുരേന്ദർ ജി അവളുടെ കോപ്പി ബുക്ക് വലിച്ചെറിഞ്ഞിട്ട്, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. बेला का मन बहुत खराब हो गया. मट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी कि वो साहिल की नजरों में बहुत अच्छी है. जब वो उसके पास आकर बैठी उसे नजर नहीं मिला पाई. നോക്കൂ, ബേലയ്ക്ക് വളരെ വിഷമം തോന്നി. സാറിന് വേണമെങ്കിൽ എന്നെ അടിക്കാം, പക്ഷെ സാഹിലിന്റെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറയാ അടിക്കുകയും ചെയ്യുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സാഹിലിന്റെ മുന്നിൽ സ്വയം നാണം കെടുന്നത് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോ സാഹിലിന്റെ മുന്നിൽ വെച്ച് സാറ് അവളെ വഴക്ക് പറയുകയൊക്കെ ചെയ്തപ്പോൾ അവൾക്ക് നാണക്കേട് തോന്നി. അവൾക്കറിയാം സാഹിൽ അവളെ കുറിച്ച് നല്ല രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാറ് അവന്റെ മുന്നിൽ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞപ്പോൾ അവൾക്ക് നാണക്കേട് തോന്നി. എന്നിട്ട് അവൾ ചെന്ന് അവന്റെ അടുത്തിരുന്നപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. बेला का मन बहुत खराब हो गया. मट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वो साहिल की नजरों में बहुत अच्छी है. जब वो उसके पास आकर बैठी उसे नजर नहीं मिला पाई. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बंधी थी. कोई उसे है होए सफेद पट्टी कर रहा था, तो कोई सुल्तान डाकू, तो कोई कुछ और कहकर चिढ़ा रहा था. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. छत से गिर गई, बेला ने हंसते हुए कहा, बहुत दिन हो गए. आज खेल खंडी में गांधी चौक में लंगड़ी टांग खेलेंगे. नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो.
नहीं लगेगी, बेला ने जिद की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलखंडी लंगड़ी टांग खेले। इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक മുസ്കുരാ രഹി ഹോ. ഇപ്പൊ ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂളിൽ എത്തിയപ്പോൾ നമ്മുടെ ബേലയുടെ നെറ്റിയിൽ ഒരു വെളുത്ത കെട്ട്, എന്തോ ഒരു മുറിവ് പറ്റി. കുട്ടികൾ അത് കണ്ടിട്ട് അവളെ കളിയാക്കുകയാണ്. കെട്ടുള്ളവളെ എന്നും പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. ചിലരവളെ സുൽത്താൻ, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്, സുൽത്താൻ ഡാക്കു. ചിലര് വേറെന്തൊക്കെയോ പറഞ്ഞ് അവളെ കളിയാക്കുന്നു. അപ്പൊ അവളുടെ മുറിവിലെ കെട്ട് കണ്ട് നമ്മുടെ അവളുടെ കൂട്ടുകാരൻ സാഹിൽ വന്ന് ചോദിക്കുകയാണ്. സാഹിലിന് ടെൻഷനായി. അവൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പൊ അവൾ എന്താ പറഞ്ഞത്? ഛത്സേ ഗിർഗയി, ടെറസിൽ നിന്ന് വീണു എന്ന് അവൾ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പറഞ്ഞു, കുറെ ദിവസമായി, ഇന്ന് നമുക്ക് PT-യുടെ സമയത്ത് ഗാന്ധി ചൗക്കിൽ പോയി ഒറ്റക്കാലിൽ നിന്ന് കളിക്കാം. ലങ്കടി ടാങ്ക് ഖേലെങ്കെ, ഒറ്റക്കാലിൽ ചാടി ചാട്ടം, അതാണ് ലങ്കടി ടാങ്ക് എന്ന് പറയുന്നത്. കൊന്നിക്കളിക്കാം, നമ്മളിവിടെ പറഞ്ഞാല് കൊന്നിയൊക്കെ കളിക്കില്ലേ, അതാണ്. പാണ്ടി കളിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? അതെങ്ങനെ അറിയാനല്ലേ? അപ്പോ സാഹില് പറഞ്ഞു, വേണ്ട നമുക്ക് കളിക്കണ്ട, ഇനി നീ എവിടെയെങ്കിലും വീണ് നിനക്ക് മുറിവ് പറ്റിയാലോ. അപ്പൊ അവൾ എന്താ പറഞ്ഞത്? നഹി ലഗോഗി, ഇനി ഞാൻ വീഴത്തൊന്നുമില്ല. ബേല ശാഠ്യം പിടിച്ചു. അവൾ എല്ലാ സമയത്തെയും പോലെ കുട്ടികളോടൊപ്പം ഗാന്ധി ചൗക്കിൽ പോയി എന്ത് ചെയ്തു? മണ്ണിൽ എല്ലാ സമയവും മുഴുവൻ സമയത്തും ഒറ്റക്കാലില് ചാടി കളിച്ചു. ഈ കുട്ടികൾ ഗാന്ധിയുടെ പ്രതിമയുടെ നാലു ചുറ്റും ഇങ്ങനെ കളിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും, बच्चों को अपने चारों ओर खेलते देखकर ഗാന്ധിജി की മൂർത്തി, ഗാന്ധിജിയുടെ പ്രതിമയെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, എന്താണ്? ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो, കൂടുതൽ സമയം ഗാന്ധിജി ചിരിക്കുകയാണെന്ന് തോന്നും. ഈ കുഞ്ഞുങ്ങളുടെ കോലാഹലവും കളിയും അവിടെ നടക്കുന്നു. ആ സമയത്ത് പ്രതിമയെ നോക്കിയാൽ പ്രതിമ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പ്രതിമ ഈ കളികൾ ആസ്വദിച്ച് ചിരിക്കുകയാണെന്ന് തോന്നും. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर चूम रहा था. वो एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्कूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया था. ഞായറാഴ്ച ദിവസം സാഹിൽ തന്റെ വീട്ടിൽ, നീം എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പ് മരം, അതിന്റെ ശിഖരത്തിൽ പിടിച്ച് ആടിക്കളിക്കുകയായിരുന്നു. वो एक स्टूल पर चढ़कर झूलता रहा. ഒരു സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്ന് വേപ്പിന്റെ ശിഖരത്തിൽ പിടിച്ച് ആടുകയായിരുന്നു. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. സ്റ്റൂളിന്റെ കാൽ ഇളകിയിരിക്കുകയായിരുന്നു. അത് അവന്റെ കാൽമുട്ടിന് താഴെ കൊണ്ടു, ഇളകിയിരുന്ന ഭാഗം ആണി. 1 इंच गहरा गड्ढा हो गया. 1 इंचिൽ നല്ല ആഴത്തിലുള്ള മുറിവ് പറ്റി. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिसमें से एक के सिर पर पट्टी बंधी होती है और एक की पिंडली में. सफेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते थे. അങ്ങനെ സാഹിലിന്റെ മുറിവിൽ മരുന്ന് വെക്കാനായിട്ട് അവനെ സർക്കാരി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നപ്പോൾ കണ്ടത് എന്താണ്? ആ വരിയിൽ 2 ആളുകളുടെ മുന്നിലായിട്ട് ബേലയിൽ നിൽക്കുന്നു. അവളുടെ നെറ്റിയിലെ മുറിവ് ഡ്രസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും 2 കുട്ടികളെ
കുറെ നാളത്തേക്ക് കാണാൻ പറ്റി. ഇങ്ങനെയുള്ള കുട്ടികളെ ഒരാളുടെ നെറ്റിയിലെ മുറിവ്, ഒരാളുടെ കാൽമുട്ടിലെ മുറിവ്, കാൽമുട്ടിന് താഴെയുള്ള മുറിവ്. ഈ രണ്ട് പേരും വെള്ള കെട്ടാണ് മുറിവ് കെട്ടി, വെള്ള തുണി കൊണ്ടാണ് മുറിവ് കെട്ടി വെച്ചിരിക്കുന്നത്. ഇവരെ എപ്പോഴും ഒന്നിച്ചു മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. पांचवी कक्षा का रिजल्ट आ गया, दोनों छठी में आ गए, यह स्कूल पांचवी तक ही था. അവിടെയാണ് ട്വിസ്റ്റ്. ഈ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പൊ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, രണ്ടുപേരും ജയിച്ചു. ഇനി 6ാം ക്ലാസ്സിലേക്കാണ്. സാഹിൽ अब तुम कहाँ पढ़ोगे, बेला ने पूछा. और तुम कहाँ पढ़ोगी बेला, സാഹിൽ ने पूछा. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്, ഇനി നീ എവിടെയാണ് പഠിക്കുക? അപ്പൊ ഇനി നീ എവിടെയാണ് പഠിക്കുക? സാഹിൽ अब तुम कहाँ पढ़ोगे, बेला ने पूछा. और तुम कहाँ पढ़ोगी बेला, साहिल ने पूछा. मेरे पापा कह रहे थे कि मुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम, എന്റെ അച്ഛൻ പറഞ്ഞു ഗവൺമെന്റ് ഗേൾസ് സ്കൂളില് എന്നെ ചേർക്കാന്ന്. അപ്പൊ നീയോ? मुझे अगले साल अजमेर भेज देंगे, वहां एक हॉस्टल है, घर से दूर, वहां अकेला रहूंगा. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അടുത്ത വർഷം എന്നെ അജ്മീറിൽ വിടുവെന്ന്. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, വീട്ടിൽ നിന്ന് വളരെ അകലെ ഒറ്റയ്ക്ക് എനിക്ക് താമസിക്കേണ്ടി വരും. ക്യോ സാഹിൽ, പത്താ നഹി ക്യോ, ഒറ്റയ്ക്കോ? എന്താ, എന്ത് പറ്റി സാഹിൽ? എനിക്കറിയില്ല എന്ന് സാഹിൽ പറയാണ്. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे, नहीं, तुम्हारा रिपोर्ट कार्ड दिखाना. അതായത് നീ ഇനി ഫുലേരയിൽ താമസിക്കില്ല അല്ലേ, ദൂരെ പോവുകയാണല്ലേ എന്ന് ബേല ചോദിക്കുകയാണ്. ഇല്ല എന്ന് അവനും പറഞ്ഞു, ഞാൻ ദൂരോട്ട് പോവുകയാണ്, ഫുലേരയിൽ ഇനി കാണില്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, പ്രോഗ്രസ് കാർഡ് കാണിക്കൂ എന്ന് പറയാണ്. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ ഓർ ബേല സാഹിൽ കാ. രണ്ടുപേരും തങ്ങളുടെ പ്രോഗ്രസ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു നോക്കുകയാണ്. आज आखिरी बारी वे एक दूसरे की कोई चीज को छूकर देख रहे थे. ഇന്ന് അവസാനമായിട്ടാണ് രണ്ടുപേരും അവരവരുടെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നോക്കുന്നത്. ഇനി അവര് രണ്ട് വഴിക്കാണ്. तुम्हारी आंख में आंसू क्यों आ रहे हैं बेला, मुझे क्या पता, बेला ने डबडबाई आंखों से हंसते हुए कहा. നിന്റെ കണ്ണുകൾ എന്താ നിറഞ്ഞിരിക്കുന്നത് ബേല എന്ന് സാഹിൽ ചോദിക്കുകയാണ്. അപ്പൊ ബേല എന്ത് പറഞ്ഞു? എനിക്കറിയില്ല. ബേല നിറഞ്ഞ കണ്ണുകളോടുകൂടി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. സാഹിൽ की आंखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. അപ്പൊ സാഹിലിന്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയെ പോലെ ചുവന്ന നിറത്തിലുള്ളതായിരുന്നു. അതിൽ മഴത്തുള്ളികൾ പോലെ കണ്ണുനീര് നിറഞ്ഞു നിന്നു. ബേല കെഹനെ ലഗി, മേ ചിടാവൂ അബ് തുമേ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. റോണി സൂരത് സാഹിൽ, കരയുന്ന സാഹിൽ എന്നും പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. बारिश आने में 1.5 महीना बाकी था, लेकिन यह बारिश से पहले की बारिश का एक दिन था. आसमान में खटाएं घिरी थी, आसमान में खटाएं घिरी थी. तो ബാരിഷെ ആനെ മേ 1.5 മഹീന ബാക്കി ഥ, മഴക്കാലം വരാൻ ഇനി 1.5 മാസമുണ്ട്. പക്ഷെ ഇവിടെ മഴക്കാലം വരുന്നതിന് മുന്നുള്ള മഴയായിട്ടാണ്, മഴയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. മഴക്കാലം വരുന്നതിന് മുന്നേ ഉള്ള മഴ പെയ്ത ഒരു ദിവസമായിരുന്നു ഇത്. ആസ്മാൻ മേ ഘട്ടായെ ഘിരി ഥി, ആകാശത്തിൽ മേഘം നിറഞ്ഞു നിന്നു. ധൂൾ ഭരി തേസ് ഹവായെ ചൽ രഹി ഥി, പൊടിപടലങ്ങൾ നിറഞ്ഞ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പാനി ബറസ് രഹാ ഥാ, മഴ പെയ്യുന്നു. ഫുലേര കസ്ബെ കി ബാദൽ ഛായി ഏക് ഗലി മേ, ഫുലേര കവലയിലെ മേഘം ഒരു തെരുവിൽ വന്ന് ഉറഞ്ഞുകൂടി നിൽക്കുകയാണ്. എന്താണത്? പാഞ്ചവി സെ ഛഠി മേ ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി, 5ൽ നിന്ന് 6ലേക്ക് പ്രൊമോഷൻ കിട്ടിയ ഒരു പെൺകുട്ടി അതുവഴി പോവുകയാണ്. ഉസ്കെ ഭൂരെ ബാൽ ബീർ ബഹൂട്ടിയോ കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ഥെ,
അവളുടെ മുടി ബീർ ബഹൂട്ടിയുടെ നിറം, അതായത് ചുവന്ന നിറത്തിലുള്ള റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. അപ്പോ മഴക്കാലം വരുന്നതിന് മുമ്പേ മഴ നിറഞ്ഞ ഒരു സമയം. ആകാശം മേഘാവൃതമായിരുന്നു, മഴ പെയ്യുന്നു, പൊടിപടലം നിറഞ്ഞ കാറ്റ് വീശുന്നു. ഫുലേര തെരുവിലെ, ഫുലേര കവലയിലെ മേഘം ഒരു തെരുവിൽ വന്ന് ഉറഞ്ഞുകൂടി നിൽക്കുകയാണ്. അതായത് പാഞ്ചിവിയിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു പെൺകുട്ടിയിൽ, അതായത് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. അവൾ കരയുന്നു. മഴയോട് കണ്ണുനീരിനെ തുലന ചെയ്തിരിക്കുകയാണ് എഴുത്തുകാരൻ. അപ്പൊ അവളുടെ റിബൺ ബീർ ബഹൂട്ടിയുടെ നിറം പോലെ ചുവന്ന നിറത്തിലുള്ള റിബൺ കൊണ്ട് മുടി കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में 5वें से 6वीं में गया एक 11 साल का लड़का जा रहा था. അപ്പോ ആ മേഘം എല്ലാം ഒരു കവലയിൽ വന്ന് ഉറഞ്ഞുകൂടി നിൽക്കുകയാണ്. ആ തെരുവിൽ ഒരു വശത്തേക്ക് 5ൽ നിന്ന് 6ലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി പോകുന്നു. അവളുടെ മുടി ബീർ ബഹൂട്ടിയുടെ നിറമുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. മറ്റൊരു ദിശയിലേക്ക് 5ൽ നിന്ന് 6ലേക്ക് പാസ്സായ ഒരു 11കാരനായ ആൺകുട്ടി പോവുകയാണ്. इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा चोट का निशान था. അവന്റെ പിണ്ടലിമാനെ കാൽമുട്ടിന് താഴെയായി 1 ഇഞ്ചിലുള്ള നീളത്തിലുള്ള ഒരു മുറിവിന്റെ അടയാളം കാണാൻ സാധിക്കും. ആ അടയാളം ഏത് നിറത്തിലുള്ളതായിരുന്നു? ബീർ ബഹൂട്ടിക്ക് രംഗ് സാ, ബീർ ബഹൂട്ടിയുടെ നിറമുള്ള, അതായത് ചുവന്ന നിറത്തിലുള്ള മുറിവിന്റെ അടയാളം അവന്റെ കാൽമുട്ടിൽ കാണുവാൻ സാധിക്കും. ഇതാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ 2 കുട്ടികളുടെ പരസ്പര സൗഹൃദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരാള് വായിക്കുന്നത് തന്നെയാണ് മറ്റേയാള് വായിക്കുന്നത്. അടുത്തടുത്തേ ഇരിക്കൂ, പോകുന്നതും വരുന്നതും എല്ലാം ഒരുമിച്ച്. ഒരാൾ കരഞ്ഞാൽ മറ്റേയാളിനും കരച്ചിൽ വരും. ഒരാൾക്ക് മുറിവ് പറ്റിയപ്പോൾ അടുത്തയാളിനും മുറിവ് പറ്റി. ഇപ്പൊ അവര് 5ൽ നിന്നും 6ലേക്ക് പാസ്സായി, രണ്ടും 2 വഴിക്ക്. അവരുടെ ആ കണ്ണുനീരിനെ മഴത്തുള്ളിയോടാണ് ഇവിടെ തുലന ചെയ്തിരിക്കുന്നത്. അതുപോലെ കണ്ണുകൾ, അവളുടെ റിബൺ, ഇതെല്ലാം ബീർ ബഹൂട്ടിയെ പോലെയാണെന്ന് പറയുന്നുണ്ട്. ഇനി നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റിലെ വർക്ക് പേജാണ് ഈ കാണുന്നത്. ജോഡ് ദേന, പരസ്പരം ചേരുംപടി ചേർക്കുക. സാഹിൽ കി ആംഖേ, ആ ടെക്സ്റ്റിനകത്ത് തന്നെയുണ്ട്. ബീർ ബഹൂട്ടി കി തര ലാൽ, ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നത്. ചൽത്തി ബീർ ബഹൂട്ടിയാം, ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ സമാൻ എന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. സാഹിൽ കെ ആൻസു ബാരിഷ് കി ബൂന്തോ കെ സമാൻ ഹെ, അവന്റെ കണ്ണുനീർ മഴവെള്ളം പോലെയാണ്, മഴത്തുള്ളി പോലെയാണ്. സാഹിൽ കി ചോട്ട് ബീർ ബഹൂട്ടി കാ രംഗ്, അവന്റെ മുറിവ് ബീർ ബഹൂട്ടിയുടെ നിറം പോലെ ചുവന്നിരിക്കുന്നു എന്നാണ്. പ്രത്യേക की तुलना किसके साथ की गई है लिखे, ഓരോന്നിനെയും കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തിനോടാണ്? साहिल की लाल आंखों की तुलना बीर बहूटी से की गई है. पिന്നെയോ चलती फिरती बीर बहूटियों को चलती फिरती खून की प्यारी प्यारी बूंदों से तुलना की गई है. चलती फिरती खून की प्यारी प्यारी बूंदों से तुलना की गई है. साहिल के लाल आंखों की तुलना बीर बहूटी से है. उनकी आंसू की तुलना किससे की गई है? आंसू की तुलना बारिश की बूंदों से की गई है. साहिल की चोट जो है बीर बहूटी के रंग से उसकी तुलना की गई है. സാഹിൽ കി ലാൽ ആംഖോं की तुलना ബീർ ബഹൂട്ടി से की गई है. ഇതിൽ എഴുതിയിരിക്കുന്ന ചിലതൊക്കെ തെറ്റാണ്. ഇതൊരു കുട്ടിയുടെ ടെക്സ്റ്റ് വാങ്ങിച്ച് ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ മിലാൻ കരീം മുകളിൽ പറയുന്നില്ലേ, അപ്പൊ അതിൽ നിന്ന് തന്നെ തുലന എഴുതാൻ പറ്റും. സാഹിൽ കി ആംഖോं की तुलना, लाल आंखों की तुलना
बीर बहुटी की तरह बीर बहुटी से की गई है। उसी प्रकार ये जो चलती बीर बहुटियां അല്ലെങ്കിൽ चलती फिरती खून की प्यारी प्यारी बूंदों की तुलना चलती बीर बहुटियों से की गई है। साहिल की आंखों की तुलना आंसू की तुलना बारिश की बूंदों से की गई है। बीर बहुटी के रंग से साहिल की चोट की तुलना की गई है. ഇത്രയും നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി അടുത്ത നോക്കിക്കേ. कहानी की घटनाओं को सूचीबद्ध करें. കഹാനിയിലെ ഓരോ ട്വിസ്റ്റും ഓരോ സംഭവങ്ങളും ക്രമമായി എഴുതാൻ. गीली जमीन पर बेला और साहिल का बीर बगूटियों को खोजना. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. തണുത്ത തറയിൽ അവര് നനഞ്ഞ തറയിൽ ഇരുന്ന് ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുന്നു. പേൻമേ സ്യാഹി ഭർന. എന്നിട്ട് എന്ത് ചെയ്തു? പേനയിൽ മഷി നിറയ്ക്കാൻ പോയി. കക്ഷാമേ ദോനോ കാ പാസ് പാസ് ബൈഠന ഓർ പഠന. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് പഠിക്കുന്നു. बेला के गणित के मास्टर सुरेंद्र जी का बुरा व्यवहार. बेला के साथ बेला से ബേലയോട് ഗണിത അധ്യാപകൻ മോശമായിട്ട് പെരുമാറുന്നത്. ദീപാവലിക്ക് ചുട്ടിയോമേ ദോനോങ്കോ ചോട്ട് ലഗ്ന. ദീപാവലിയുടെ അവധിക്കാലത്ത് രണ്ടുപേർക്കും എന്താണ് മുറിവ് പറ്റുക. ദോനോങ്ക പാഞ്ചവി സെ ചട്ടി കക്ഷാമേ ആന. രണ്ടുപേരും 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സാകുന്നത്. ദോനോങ്ക അലഗ് ഹോ ജാന. രണ്ടുപേരും എന്താണ് വേർപിരിയുന്നു. ഘട്ടനാओं के आधार पर पटकഥ तैयार करें. ഓരോ ഇൻസിഡന്റിനനുസരിച്ച് ഇനി തിരക്കഥ എഴുതാനാണ്. आपकी रचना में स्थान और समय का उल्लेख, पात्र पात्रों की आयु, वेशभूषा, चाल चलन आदि का उल्लेख है. दृश्य का विवरण है. स्वाभाविक और पात्रानुकूल संवाद है. ഇപ്പൊ പട്കഥ എഴുതുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെ എഴുതും? നമ്മൾ ആദ്യം പട്കഥ എഴുതുമ്പോ स्थान और समय का उल्लेख होना चाहिए. 1981 का समय है. 81 में यह घटना घटित होती है. स्थान जो है राजस्थान के എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂർ എന്നുള്ള സ്ഥലത്താണ് ഇത് നടക്കുന്നത്. കഥാപാത്രങ്ങൾ दो बच्चे हैं. बेला और साहिल दोनों की आयु 11 वर्ष की है और उनकी वेशभूषा वो स्कूली जो യൂണിഫോം पहने हुए हैं ऐसा हम लिख सकते हैं. उनके चाल അവരെങ്ങനെയാണ് നടക്കുന്നത്, ഹാവ് ഭാവ്. तो बच्चों जैसे हरकतें करते हैं ले കുട്ടികളെ പോലെ പെരുമാറുന്നു. फिर दृश्य का विवरण. यहाँ पर भी दृश्य का विवरण किया हुआ है. दोनों जो है बीर बहूटी को खोजते हैं. फिर वो कहाँ पर जाता है? फिर वो कक्षा में जाते हैं. इसमें जो डायलॉग्स लिखना है, നമ്മള് പട്കഥ തയ്യാറാക്കുമ്പോൾ ഡയലോഗ് വേണം അല്ലേ? നമ്മൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആദ്യം കൊടുക്കും. प्रभात का समय 9 बजे का समय बेला और साहिल घर से निकलते हैं. वे स्कूल के पहले कहाँ पहुंचते हैं? खेतों के आसपास पहुंचते हैं. तो बेला और साहिल आपस में बातें करते हैं. बेला देखो यहाँ पर बीर बहूटी है क्या? साहिल हाँ हमें उसे ढूंढना है, उसे खोजना है, मुझे उसे देखना है. तो फिर साहिल बेला से पूछेंगे तो तुमने कुछ सुना? हाँ मैंने सुना जो स्कूल में घंटी बज रहा है वो तो किसका कथन है? वो तो बेला का कथन है. സ്കൂളില് ബെല്ലടിച്ചത് നീ കേട്ടോ എന്ന് സാഹിൽ ചോദിക്കുമ്പോൾ അവള് പറയാണ് കേട്ടോ ബെല്ലടിച്ചു. तब साहिल बता रहे हैं स्कूल के जाने के पहले मुझे पेन में स्याही भरना है. സ്കൂളിൽ പോണതിന് മുമ്പ് എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം. फिर दोनों काम पर जाते हैं. दुकान में जाते हैं. രണ്ടുപേരും കടയിൽ പോകുന്നു. हे भैया इसमें स्याही भर दो बेला कहते हैं. लेकिन दुकानदार क्या कहते हैं? यहाँ पर स्याही तो खत्म हो गया है, कल ही मिलेंगे, आप जाके कल आ जाइए. तो साहिल को वो अच्छा नहीं लगता. फिर दुकानदार पूछते हैं कि आप लोग तुम दोनों किस कक्षा में पढ़ रहे हो? तो दोनों बेला बता रही थी 5वीं में पढ़ रहे हैं. फिर स्कूल जाते हैं, स्कूल आते हैं तो गणित के मास्टर उनकी कॉपी जांचते हैं. ये में इसमें जो है पूरा का पूरा गलती है. तो वो അദ്ദേഹം എന്ത് ചെയ്യുന്നു?
बेला को वो डांटती है, उसकी किताब फेंक देते हैं। तो उस प्रकार हम पटकथा लिखेंगे। और आपको एक एक्टिविटी, एक टिप्पणी लिखना है। क्या है? अपनी किसी दोस्ती की याद पर टिप्पणी लिखें. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് തയ്യാറാക്കില്ലേ എല്ലാവരും? എല്ലാവരും പട്കഥയും തയ്യാറാക്കണം, टिप्पणिയും തയ്യാറാക്കണം. ഓക്കെ, ഇനി അടുത്ത പേജ് നോക്കിക്കേ. പഠേ. 11 साल का लड़का जा रहा था. बेला के पांव अभी भी कांप रहे हैं. स्याही की बोतल अभी अभी काली हो गई है. पानी की बूंदें अटकी हुई थी. का के की. देखिए, का के की ये तो संबंधवाचक कारक है. दूसरे शब्दों से उसका जो संबंध है उसे दिखाने के लिए हम इन प्रत्ययों का, इन उपसर्गों का, इन परसर्गों का प्रयोग हम करते हैं. तो शब्दों के पहले जो प्रत्यय जोड़ा जाता है उसे हम परसर्ग कहते हैं. का लड़का, लड़का यहाँ पर पुल्लिंग है तो इसलिए वहां पर का. तो बेला के पांव अभी भी कांप रहे हैं, उनके കാലുകൾ കാമ്പ് रहे हैं. അവളുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നു. അപ്പൊ അവിടെ ബഹുവചനാണ്, അതുകൊണ്ടാണ് കെ പാവ് എന്ന് പറഞ്ഞത്. സ്യാഹി की बोतल, यहाँ पर जो बोतल സ്ത്രീലിംഗ് है, അതുകൊണ്ടാണ് അവിടെ की വന്നത്. അതുപോലെ पानी की बूंदे, बूंदे भी स्त्रीलिंग है तो इसलिए वहां पर की आ गई है. समझ में आया? ये तो कारक के अंतर्गत आते हैं. അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് കോളേജുകളിലൊക്കെ പഠിക്കും. का के की संबंधवाचक कारक है. ये शब्दों की जो आपसी संबंध को दिखाना. लड़का पुल्लिंग है इसलिए का लड़का. पाव बहुवचन है इसलिए के पाव. बोतल स्त्रीलिंग है इसलिए की बोतल. बूंदे स्त्रीलिंग है इसलिए की बूंदे. वाक्यों में रेखांकित परसर्गों पर यह ध्यान दे, इनके अर्थ समान और रूप अलग अलग है. क्यों? चर्चा करें. ഇതിന്റെ അർത്ഥം സമാനമാണെങ്കിലും രൂപം വേറെ വേറെയാണ്. അത് എന്തുകൊണ്ട്? സ്ത്രീലിംഗവും പുല്ലിംഗവും വരുന്നതിനനുസരിച്ച് കാ കീ ആകും. പിന്നെ ഏകവചനവും ബഹുവചനവും വരുന്നതനുസരിച്ചും കായും കെ ആകും. ലടുക്ക എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ, അത് ഏകവചനാണ്. അത് പുല്ലിംഗവുമാണ്, അതുകൊണ്ടാണ് കാ വന്നത്. പാവ് എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്, അതുകൊണ്ടാണ് അവിടെ കെ വന്നത്, കാലുകൾ എന്നുള്ള അർത്ഥം. ബോത്തൽ എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് അവിടെ കീ വന്നത്. ബൂന്തേം എന്നുള്ളത് ബഹുവചനാണ്, സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് കീ വന്നത്. ऐसे പരസർഗയുക്ത വാക്യ കഹാനി സെ ചുൻകർ ലിഖേ. ഇതുപോലെയുള്ള പരസർഗം നിറഞ്ഞ വാക്കുകൾ കഹാനിയിൽ നിന്ന് എഴുതാൻ 1 2 3 4 5 6 എഴുതാനുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ നോക്കാലോ. നോക്കിക്കൂടെ? നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് അതും കൂടി എഴുതി നിർത്താം. पेड़ों के तने अभी भी गीले थे. पेड़ों के तने, അവിടെ കെ വന്നു കണ്ടോ. पेड़ों के तने अभी भी गीले थे. ഇനി വേറെ നമുക്ക് എഴുതാം. ആദ്യത്തേത് ഏതാണ്? पेड़ों के तने गीली थी, गीले थे. पेड़ों के तने गीले थे. पेड़ों के तने എഴുതിക്കൊള്ളുക നോട്ടില്. पेड़ों के तने गीले थे. साहिल अपने घर में नीम के पेड़ की डाली पकड़कर चूम रहा था.
അല്ലെങ്കിൽ അത് വേണ്ട. രവിവാർ കാ ദിൻ ഥാ, രവിവാർ കാ ദിൻ ഥാ. അപ്പൊ അവിടെ കായായി. അപ്പൊ രവിവാർ കാ ദിൻ ഥാ. പിന്നെ നേരത്തെ എഴുതിയത് ഏതായിരുന്നു? പേടോं के तने अभी भी गीले थे. ഇനി നമുക്കൊരു കീ വരുന്നത് നോക്കാം അല്ലേ? ഇനി കീ വരുന്നത് നോക്കാം. നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതറിയാൻ പറ്റും. साहिल की नजर में बहुत अच्छी है. साहिल की नजर, साहिल की नजर में बहुत अच्छी है. സാഹിൽ की नजर में बहुत अच्छी है. അപ്പൊ മൂന്നെണ്ണമായി. കെ ആയി, കായായി, കീ ആയി അല്ലേ? साहिल की नजर में बहुत अच्छी थी. दीपावली की छुट्टियों के बाद, दीपावली की छुट्टियों के बाद जब स्कूल खुला, दीपावली की छुट्टियों, അവിടെ की, दीपावली की छुट्टियों, അവിടെ എന്താണ്? की. बेला के सिर पर सफेद पट्टी बांधी थी. बेला के सिर पर, के सिर, അവിടെ के. പിന്നെ इसकी पिंडली में बीर बहुटी के रंग का सा 1 इंच लंबा चोट का निशान था. इसकी पिंडली, इसकी पिंडली में, അവിടെ की ഉണ്ട്. 1 इंच लंबा चोट सा निशान था. ചോട്ട് കാ നിശാൻ ഥ, അവിടെ ക. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ടെക്സ്റ്റിനകത്തുനിന്ന് ഒരുപാട് ഇതുപോലെ പ്രത്യയങ്ങൾ ഉള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ അത് എഴുതി സൂക്ഷിക്കുക, ഒന്നുകൂടി വായിച്ചു നോക്കുക. ഓക്കെ. പിന്നെ ലാസ്റ്റ് നോക്കിക്കേ, പ്രഭാതിനെ കുറിച്ച് ആരാണ് ഈ കഹാനി എഴുതിയത്? ഇസ് കഹാനി കോൺ ഹൈ ഇസ്കെ ജോ കഹാനിക്കാർ? युवा कवि प्रभात का जन्म राजस्थान के करौली में 1972 में हुआ. 1972 രാജസ്ഥാനിലെ കറൗലിയിലാണ് യുവാ കവിയായ പ്രഭാത് ജനിച്ചത്. आप कवि होने के साथ साथ कहानीकार भी है. കവിത എഴുതുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കഥാകൃത്തുമായിരുന്നു. കാസിബായി, पानी की गाड़ियों में, चूसता रहा जाता रहा आदि आपकी प्रमुख रचनाएं हैं. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ്? കാസിബായി, പാനി की गाड़ियों में, चूसता रहा जाता रहा, ये सब उनकी प्रमुख रचनाएं हैं. ഇത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബീർ ബഹൂട്ടി. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അഗ്ലേ ജോ ചാപ്റ്റർ के साथ मैं फिर से हाजिर हो जाऊंगा. तब तक के लिए विदा लेती हूँ. धन्यवाद. ओके, थैंक यू.